ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. ഡാൽഗോണ പുഡിംഗ്. ഇപ്പോൾ എല്ലാവരുടെയും ഡാൽഗോണയുടെ കാലമല്ലേ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മളിവിടെ 2 ലെയറായിട്ടാണ് പുഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയറിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 3 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. അത് തിളക്കാൻ വേണ്ടി വെക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറ്റൊരു പാനിൽ 10 ഗ്രാം ചൈന ഗ്രാസ് കുതിർത്തിയതാണ്. അത് ഒന്ന് മെൽറ്റാകാൻ വേണ്ടി വെക്കണം. ചൈന ഗ്രാസിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ജെലാറ്റിനും യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാൽ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ പകരം പഞ്ചസാര ചേർത്താലും മതിയാവും. പാൽ തിളക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചൈന ഗ്രാസ് ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള മിൽക്ക് പുഡിംഗ് റെസിപ്പിയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഈ പുഡിങ്ങിൽ ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇതിൽ ചൈന ഗ്രാസിൻ്റെ ചെറിയ പീസസ് ഉണ്ടാവും. അത് കടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നമുക്കൊരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ പാൽ മിക്സ് നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പം അതിൻ്റെ 1/3 ഭാഗം നമുക്ക് നമ്മുടെ ഡാൽഗോണ മിക്സാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇത് നമുക്ക് സെറ്റാകാൻ വേണ്ടി വെക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, പിന്നെ 3 ടേബിൾ സ്പൂൺ ഷുഗർ, പിന്നെ നല്ല ചൂടായിട്ടുള്ള ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ കയ്യിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് ബീറ്റായി കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോർക്കോ സ്പൂണൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. നല്ല ഫ്ലഫി ആയിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് പാലുണ്ടല്ലോ, പുഡിംഗ് മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ ഡാൽഗോണ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മധുരം നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കുറച്ച് മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുത്താൽ മതി. പുഡിങ്ങൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മധുരം വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് നട്ട്സ് കാരമലൈസ് ചെയ്താണ്. നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു പുഡിങ് ചെയ്തിട്ടുണ്ട്, കോക്കനട്ട് പുഡിങ്ങിൽ ചെയ്തിട്ടുണ്ട്, നട്ട്സ് എങ്ങനെ കാരമലൈസ് ചെയ്യുന്നതെന്നുള്ളത്. അത് കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫസ്റ്റ് ലെയറിന് മുകളിലേക്ക് നമ്മുടെ ഈ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആവേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ ഒന്ന് സെറ്റായി കിട്ടും. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ചൈന ഗ്രാസാണ് സെറ്റാൻ വേണ്ടി യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് വെച്ച് തന്നെ സെറ്റായി കിട്ടും. പക്ഷേ പുഡിംഗ് ആയതുകൊണ്ട് അത് തണുപ്പിച്ച് കഴിക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ്. അതിന് വേണ്ടിയിട്ട് നമുക്കിതിന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കോഫി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കോഫിയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു. ബൈ.